എല്ലാവർക്കും നമസ്കാരം. മനേഷ് മോഹനാണ്. തോട്ട് ഫോർ ദ ഡേയുടെ 861 വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നും സംസാരിക്കാൻ പോകുന്നത് പ്രസിദ്ധനായ ഇന്ത്യൻ എഴുത്തുകാരനായ ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ളൈ എഴുതിയ ദ സ്പോക്ക് ചാണക്യ എന്ന പുസ്തകത്തിൻ്റെ 191 പോയിന്റിനെ കുറിച്ചാണ്. ഈ ഒരു പോയിന്റിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഒരല്പം വലുതാണ്. അതിങ്ങനെയാണ്: ഇഫ് യു വർ ചീറ്റഡ്, ലേൺ ദി ലെസൺ ആൻഡ് ബിക്കം സ്മാർട്ട്. ഡു നോട്ട് ചീറ്റ് അതേഴ്സ്. എന്താണെന്നുള്ളത് ആ മെസ്സേജ് മൊത്തമായിട്ട് ആ ഒരു തലക്കെട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഉള്ള പാഠം എന്താണെന്നുള്ളത് പഠിച്ച് നമ്മൾ മിടുക്കരാകുക എന്നുള്ളതാണ്. അതല്ലാതെ അതേപടി തന്നെ മറ്റൊരാളെ നമ്മൾ ചതിക്കാതിരിക്കുക. ഇവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന്, നമ്മൾക്ക് എല്ലാവർക്കും തോന്നാറുള്ളൊരു കാര്യമാണ്, ഒരാൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരാളോട് ദേഷ്യം, വൈരാഗ്യം ഒക്കെ നമുക്ക് തോന്നും. ആ ഒരു വികാരം പതുക്കെ മാറ്റിയെടുക്കണം എന്നാണ് പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വളരെയധികം ചൂടുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ നമ്മൾ പിടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്, നമ്മുടെ കൈ പൊള്ളും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാളോട് നമ്മൾ വൈരാഗ്യം വെച്ച് പുലർത്തുമ്പോൾ ആ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള യാതൊരു അറിവുമില്ല, അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് പകരം ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളായിരിക്കും ശരിക്കും പറഞ്ഞാൽ തകർന്നു പോകാൻ പോകുന്നത്. അപ്പം ആ ആളിനോടുള്ള വൈരാഗ്യം മാറ്റുക, അതൊന്ന്. രണ്ടാമത്തെ ഒരു നമ്മൾ ചിന്തിക്കാറുള്ള ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, എന്നെ എന്തായാലും ഒരാൾ പറ്റിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കും അതേപോലെ തന്നെ മറ്റൊരാളെ പറ്റിക്കാം, അല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് സമൂഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മറ്റൊരാളോട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല, ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെയാണോ ശരിക്കും നല്ലൊരു ലീഡർ ചിന്തിക്കേണ്ടത്? ഒരിക്കലും അല്ല. നമ്മൾ തീർച്ചയായിട്ടും എന്തൊക്കെ തന്നെ നമുക്ക് സംഭവിച്ചാലും നമ്മുടെ ഒരു സഹായം മറ്റൊരാൾ അന്വേഷിച്ച് അല്ലെങ്കിൽ ചോദിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അകമഴിഞ്ഞ് തന്നെ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നല്ലൊരു നേതാവ് അല്ലെങ്കിൽ ലീഡറിൻ്റെ നല്ലൊരു ലക്ഷ്യം. അപ്പോൾ ഇതിന് പറയുന്ന ഈ 2 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പഴയ കഥകളിലൊക്കെ പല മഹാന്മാരും, ഇനി പുരാണങ്ങളൊന്നും പോയില്ലെങ്കിൽ പോലും ഒരല്പം നമ്മൾ ചരിത്രം പഠിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, മഹാന്മാരായിട്ടുള്ള എത്രയോ ആളുകൾ അവരെ സമൂഹം അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ എത്ര തന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പ്രതികാരം അവർ പലപ്പോഴും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നല്ലൊരു നേതാവിൻ്റെ നല്ലൊരു ലക്ഷണം എന്ന് പറയുന്നത് തന്നെയാണ്. അതിൽ നിന്നും നമ്മൾ പാഠം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആളിനോടുള്ള അല്ലെങ്കിൽ ആ അവസ്ഥയോടുള്ള ദേഷ്യം മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമല്ല, എന്താണ് ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ട് എനിക്കതൊന്ന് പഠിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഒരാൾ ഇപ്പം എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ തന്നെ ഒരുപക്ഷെ സൃഷ്ടിച്ചതായിരിക്കാം. ഇനി എന്ന് വെച്ചാൽ എന്നെ തന്നെ കുറ്റം പറയണം എന്നുള്ളതല്ല, അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നല്ലൊരു ഉദാഹരണം അവസാനമായിട്ട് പറയാനുള്ളത്, ചാണക്യൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ധനാനന്ദൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ് വധിച്ചിരുന്നു എന്നുള്ളത് നേരത്തെ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു രാജാവിനോട്, ധനാനന്ദൻ എന്ന് പറയുന്ന രാജാവിനോട് പ്രതികാരം വീട്ടാനോ അല്ലെങ്കിൽ അയാളെ എന്താ പറയുന്നത് വെറുക്കാനോ ഒന്നും ചെയ്തില്ല. അതിന് പകരം ചാണക്യൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ നാട്ടു രാജാക്കന്മാരെയും ഒന്നിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ ചെറിയ ഒരു വൈരാഗ്യത്തോടു കൂടി അദ്ദേഹം ആ ചിന്തിച്ച രീതിയും അതിനുവേണ്ടി ചെയ്ത പ്രവൃത്തിയാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ അതിനുള്ള ഒരു കാരണം എന്തോ ഉണ്ട്. ആ കാരണം കണ്ടെത്തി അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് ശരിക്കും ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഒരു നേതാവിൻ്റെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പരിഹാരം ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനും സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താനും തീർച്ചയായിട്ടും സാധിക്കും. ഈ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. അതുവഴി നമുക്ക് സമൂഹത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ, അങ്ങേയറ്റം സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു.